വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ആണ് ഇൻകം ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങൾ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. അസൈൻമെന്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തേർഡ് സെമസ്റ്ററിലെ പ്രോബ്ലം പേപ്പേഴ്സിന്റെ ഒക്കെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, ഈ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ 2 പേപ്പറിന് സ്കോപ്പുള്ള സിലബസ് ഉണ്ട് ഇതിൽ. കാലിക്കറ്റിന് ആക്ച്വലി ഈ ടോട്ടൽ സിലബസ് 2 ആയിട്ടാണ് അവർ പഠിക്കുന്നത്, 2 സെമസ്റ്ററിൽ, തേർഡിലും ഫോർത്തിലും. ഇവിടെ ഇതൊക്കെ കൂടിയിട്ട് ഒറ്റ പേപ്പറാക്കി മാറ്റി. അത് മാത്രമല്ല, അതിന് വേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാണ്ട് കട്ട് ഷോട്ട് ചെയ്തിട്ടാണ് സ്റ്റഡി മെറ്റീരിയലിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളതാണ്. സോ എന്നാലും എക്സാമിലോട്ട് പോകുമ്പോൾ നിങ്ങൾ മിനിമം ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എപ്പോഴും അറിയുന്നൊരു കാര്യമാണ്, ജയിക്കാൻ നമുക്ക് 70-ൽ 21 മാർക്കാണ് വേണ്ടത് മിനിമം. ദെൻ ബാലൻസ് ഇന്റേണൽ മാർക്കും കൂടി കൂട്ടി ടോട്ടൽ 35 മാർക്ക് 100-ൽ മേടിക്കണം. സോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും എങ്ങനെ ഇത് സാധ്യമാകും? സോ അതിന് നിങ്ങൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ടത് പാർട്ട് സിയും പാർട്ട് എയുമാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്. സോ ഇവിടെ പാർട്ട് സിയിൽ നമുക്ക് 4 ചോദ്യങ്ങളാണ് വരാം. അതിൽ 2 ആൻസർ കൊടുക്കണം. സോ 2 പ്രോബ്ലംസും 2 തിയറി ചോദ്യങ്ങളാണ് ഇവിടെ കണ്ടുവരാറ്. അപ്പോൾ ഇവിടെ കമ്പൽസറി ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി അവരത് മാറ്റി തിയറി ഇടുമോ എന്നുള്ളത് അറിയില്ല. എന്നാലും മെയിനായിട്ട് പ്രതീക്ഷിക്കുന്ന കമ്പൽസറി പ്രോബ്ലം എന്ന് പറയുന്നത് കമ്പനിയാണ്. ദെൻ രണ്ടാമതായിട്ടൊരു പ്രോബ്ലം ഫേമിന്റെ ടാക്സ് ലൈബിലിറ്റി, ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലൈബിലിറ്റി, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ. അപ്പോൾ ഈ 3 ടോപ്പിക്സിൽ നിന്ന് 2 പ്രോബ്ലംസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്, കമ്പനി, ഫേം ഓർ ഇൻഡിവിജ്വൽ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇൻഡിവിജ്വലിൽ നിന്ന് എസ്സേറ്റ് ഉണ്ടായിരുന്നു, വീണ്ടും അത് തന്നെ ഇടുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ദെൻ ഫേം അല്ലെങ്കിൽ. അപ്പോൾ ഇതാണ് പ്രോബ്ലംസിൽ നമ്മൾ മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ 2 തിയറി കൂടുതൽ പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ ടാക്സ് പ്ലാനിങ്ങിന്റെ നീഡ്, അതിന്റെ ബെനഫിറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, ലിമിറ്റേഷൻ. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നുള്ളത് അതൊരു തിയറി ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഭാഗ്യം. അതല്ലെങ്കിൽ പിന്നെ അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടിയും തിയറി ആയിട്ട് പ്രതീക്ഷിക്കുന്നു. അത് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ലാസ്റ്റ് ബ്ലോക്കിൽ നിന്ന്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയോ അല്ലെങ്കിൽ ട്രസ്റ്റിലോ, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന്റെ ഒരു തിയറി. ഇനി മാറ്റി പിടിക്കുമെന്ന് അറിയില്ല. ഇതിൽ നിന്ന് പ്രോബ്ലം, കോപ്പറേറ്റീവ് സൊസൈറ്റി ട്രസ്റ്റിൽ നിന്ന് ഒരു പ്രോബ്ലം, ഇൻഡിവിജ്വൽസിൽ നിന്ന് തിയറി ഇടുമെന്നുള്ളത് അറിയില്ല, അല്ലെങ്കിൽ ഫേമിൽ നിന്ന്. കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ ട്രസ്റ്റ്, ഇതിലത്തെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെ തിയറിയാണ്. അതിൽ തിയറിയിലെ ട്രസ്റ്റിൽ നിന്ന് തിയറി, ഇപ്പോൾ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ്, ട്രസ്റ്റിലത്തെ ചില ഇൻകംസ് എക്സംപ്റ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ എക്സംപ്റ്റഡ് അല്ലാത്തത്, അങ്ങനെ ഒരു തിയറി ടോപ്പിക് ഉണ്ട്. അതിനുള്ളൊരു സ്കോപ്പ് ഉണ്ട്, അതൊരെണ്ണം. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു തിയറി ചോദ്യം, ഞാനത് ഷുവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന SI ചോദ്യങ്ങളുടെ വീഡിയോയിൽ മെൻഷൻ ചെയ്തതാണ്. സ്പെഷ്യൽ ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റിയുള്ള കാര്യം. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ നിന്നോ ട്രസ്റ്റിൽ നിന്നോ ഇതിലേതെങ്കിലും ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് ഒരു തിയറി. അപ്പോൾ ഇതാണ് SIക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു സ്ട്രക്ചർ. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും പ്രോബ്ലം ഏരിയാസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നോക്കിയത് നന്നായിട്ട് ഇൻഡെപ്തിൽ പോകാം. ഇൻഡിവിജ്വലിന്റെ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാൻ ഒരുവിധം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ചെയ്യുക.
എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, ചെയ്യുന്നതിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് മാത്രം വന്നു, സ്റ്റെപ്പുകളൊക്കെ കുറേയൊക്കെ ശരിയാണ് എങ്കിൽ മുഴുവൻ മാർക്ക് കളയൂ. മുഴുവൻ മാർക്ക് കളയില്ല. നിങ്ങൾ എഴുതി വെച്ച കുറേ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ കുഴപ്പമില്ലാണ്ട് മാർക്ക് ഇടുവര്. അപ്പോൾ പ്രോബ്ലംസ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ആ അറിയുന്നത് ഒന്നും കൂടി പൊടി തട്ടി വെക്കുക. കമ്പനി എന്തായാലും കൂടുതൽ ഫോക്കസ് കൊടുക്കുക, ഫേം ഇൻഡിവിജ്വല്. ദെൻ എക്സാമിന് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും പിന്നെ ഒരു തിയറി, ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു തിയറി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ 2 ചോദ്യങ്ങൾ അറിയുന്ന പോലെ അറ്റൻഡ് ചെയ്ത്, നമുക്ക് ഒരു ചോദ്യത്തിന് 15 മാർക്കാണ്, രണ്ടും കൂടിയിട്ട് 30 നമുക്ക് രണ്ടും കൂടിയിട്ട് 15 മതി മിനിമം. ഒരു തിയറി ഒരു പ്രോബ്ലം അങ്ങനെ 2 ചോദ്യങ്ങളെ നിർബന്ധമായി അറ്റൻഡ് ചെയ്ത് ഒരെണ്ണത്തിൽ ഒരു പകുതി മാർക്ക് വീതം, രണ്ടെണ്ണത്തിൽ നിന്നും പകുതി മാർക്ക് വീതം ഒരു 15 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ സാധിച്ചാൽ അവിടെ തന്നെ നമ്മൾ സക്സസ് ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് 21 മാർക്കിലോട്ട് എത്തിക്കാൻ ഒരു 6 മാർക്കും കൂടി മതി. പാർട്ട് എയിലോട്ട് പോവുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഷുവർ ക്വസ്റ്റ്യൻസ് സജഷൻസ് ആയിട്ട് നൽകാൻ. എന്നാലും ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിന്റെ ചോദ്യങ്ങളുടെ സജഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് മിക്കതും ഒരു 5 ചോദ്യങ്ങളാണ് 8 എണ്ണത്തിൽ എഴുതണ്ടേ, നമുക്കൊരു 2-3 എണ്ണം എന്തായാലും ഞാൻ പറഞ്ഞ സജഷൻസിൽ നിന്ന് കിട്ടും. അതിലിപ്പോ ടാക്സ് പ്ലാനിങ് എന്താണ്, ടാക്സ് അവോയ്ഡൻസ് എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സ് ഇവേഷൻ, ടാക്സ് അവോയ്ഡൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ്, ടോട്ടൽ ഇൻകം എന്താണ്, ഗ്രാറ്റുവിറ്റി എന്താണ്, കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്താണ്, ആനുവൽ വാല്യൂ എന്താണ്, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്താണ്, ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്താണ്, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് എന്താണ്, മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്താണ്, കമ്പനീസിന്റെ ടൈപ്സിലെ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാം. അതുപോലെ തന്നെ ഡൊണേഷൻസിലെ അനോണിമസ് ഡൊണേഷൻ എന്താണ്, അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്താണ്. അപ്പൊ അങ്ങനെ പിന്നെ ഡിഡക്ഷൻസിൽ ഏതെങ്കിലും ചോദിക്കാം. ഇങ്ങനെ 2 മാർക്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസ് നൽകിയിട്ടുണ്ട്. അത് പഠിച്ച് അവസാനിപ്പിക്കാൻ അധികം സമയം വേണ്ട. സോ അതിൽ നിന്നൊരു 2-3 എണ്ണം എങ്കിലും നമുക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സാധിച്ചാൽ അവിടെ തന്നെ 6 മാർക്കായി. സോ പാർട്ട് സിയും പാർട്ട് എയും തന്നെ ഫോക്കസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പുഷ്പം പോലെ പാസ്സാകാനുള്ള മാർക്ക് അവിടെ കിട്ടി എന്നുള്ളതാണ്. ദെൻ പാർട്ട് ബിയുടെ പ്രത്യേകത നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ 4-4 ആവാം. 4 പ്രോബ്ലംസ് 4 തിയറി, അല്ലെങ്കിൽ 5 തിയറി 3 പ്രോബ്ലം, അതുപോലെ തന്നെ 5 പ്രോബ്ലം 3 തിയറി, എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ മിനിമം 3 എണ്ണം പ്രോബ്ലം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലൊക്കെ കണ്ടുവരുന്നത് ഫുൾ പ്രോബ്ലം തന്നെ സിമ്പിളായിട്ട് ചോദിക്കുന്ന രീതിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടാക്സ് ലൈബിലിറ്റി, അല്ലെങ്കിൽ ട്രസ്റ്റിന്റെ ടാക്സ് ലൈബിലിറ്റി, കമ്പനിയുടെ ടാക്സ് ലൈബിലിറ്റി എന്ന് വെച്ചാൽ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചിട്ട് ടാക്സ് ലൈബിലിറ്റിയിലോട്ട് പോകാൻ പറ്റില്ലോ. ഇൻഡിവിജ്വലിന്റെ ആണെങ്കിൽ അങ്ങനെ, ഫേമിന്റെ ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലൈബിലിറ്റി. അപ്പോൾ ഈ പറയുന്ന ഇൻഡിവിജ്വല്, ഫേം, കമ്പനി, സൊസൈറ്റി, ട്രസ്റ്റ്, ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണത്തിന്റെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് അവരിടുന്നത്. അത് കുറച്ചും കൂടി സിമ്പിൾ ചോദ്യങ്ങൾ അവരിടുന്നു. അപ്പോൾ ആ 3 പ്രോബ്ലംസ് മിക്കതും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഈ എസ്സേക്ക് നിങ്ങൾ എടുത്ത് ഞാൻ 3 എണ്ണം ഫോക്കസ് ചെയ്യാൻ പറഞ്ഞില്ലേ, ആ 3 എണ്ണം തന്നെ ചെറിയ ചോദ്യങ്ങളായിട്ട് നമുക്ക് എവിടെ പ്രതീക്ഷിക്കാം, പാർട്ട് ബിയിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ തിയറിയിൽ ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം 5 മാർക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ 5 മാർക്കിൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് സജഷൻസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് സിയിലേക്ക് നിങ്ങൾ പഠിച്ച പല കാര്യങ്ങളും പാർട്ട് ബിയിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് അറിയുന്ന പോലെ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യുക. ഒരൊറ്റ ചോദ്യം പോലും സ്കിപ്പ് ചെയ്യരുത്. ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ പോരുകയാണെങ്കിൽ, നീറ്റായിട്ട് പ്രസന്റ് ചെയ്ത് നിങ്ങൾ പോരുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പാസ് മാർക്ക് അല്ല അതിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക. ഞാൻ എൻ്റെ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് മുതൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് 80% അബവ് മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇവൻ ദോ ഇതൊരു വലിയൊരു പേപ്പർ ആണെങ്കിലും. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം കമ്പനി നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പോവുക. അതിൽ നിന്ന് നമ്മൾ 3 പാർട്ടിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫേം ആൻഡ് ഇൻഡിവിജ്വൽ നോക്കുക. ഇത്ര നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് 60% എബവ് മാർക്ക് കിട്ടും. ട്രസ്റ്റും കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഈസിയാണ്. കൂടുതൽ ഞാൻ 2 മാർക്സ് ആൻഡ് 5 മാർക്സിലെ പ്രതീക്ഷിക്കുന്നു. ബട്ട് എസ്സേക്ക് എന്തായാലും ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് ഒരു തിയറിയോ പ്രോബ്ലമോ വരും. കൂടുതൽ ഞാൻ തിയറിക്കാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ടോട്ടൽ ബ്ലോക്കുകളുടെ അലോക്കേഷൻ. ഓക്കെ, പലരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്
പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ കിളി പോയ പോലെ ഫീൽ ചെയ്യുന്നു, ആകെ ബ്ലാങ്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ ലോ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും തലയിലേക്ക് കയറുന്നില്ല. നോ പ്രോബ്ലം, പഠിച്ചു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ വരുന്നത്. യു ആർ ഓൺ ദി റൈറ്റ് ട്രാക്ക്, നോ പ്രോബ്ലം. നിങ്ങൾ പറ്റുന്ന പോലെ എല്ലാതൊന്ന് റിവൈസ് ചെയ്ത് നാളെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, ആരും അറിയാവേണ്ട കാര്യമില്ല. സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.